ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഒരു കൊറിയൻകാരുടെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു സംഭവം. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചണവിത്ത്. ഇതാണ് സംഭവം. ഈ ഒരു ഫ്ലാക്സ് സീഡാണ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തത് കുറച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് വേണ്ടത് ചോറാണ്. നമ്മുടെ വേവിച്ച ചോറുണ്ടല്ലോ, അതാണ് വേണ്ടത്. എന്നിട്ട് നമ്മളിത് രണ്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു പരുവാകുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനി വേവിച്ചതിന് ശേഷം ഇത് അല്പം തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് നമുക്ക് ഉപയോഗിച്ചാൽ നമുക്കെല്ലാം പരിചയമുള്ളതാണ്. ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും സ്കിന്നിൻ്റെ ആ ഒരു ഏജിങ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഒത്തിരി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനൊരു ഫേസ് പാക്ക് ഞാനും ഈ അടുത്താണ് കേട്ടോ ഇങ്ങനൊരു ഫേസ് പാക്കിനെ പറ്റി അറിഞ്ഞത്. അപ്പം ഇതാ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് രണ്ടും കൂടെ നന്നായിട്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കട്ടിയാണ്, മുഖത്തിടാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് മുഖത്തിടാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ മുഖമൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല വൃത്തിയുള്ള ഫേസിലോട്ട് നമുക്കിതായി ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഒരു 2-3 ദിവസം കൊണ്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടത് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റൊക്കെ കിട്ടും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ. സാധാരണ ഇതിൻ്റെ ജെല്ല്, ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോഴും നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇതുപോലെ ഈ ഫ്ലാക്സീഡ് ഇങ്ങനെ വേവിച്ച് അരച്ചൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് സത്യം പറഞ്ഞാൽ നല്ല റിസൾട്ടുണ്ട്. ഈ ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ, നമുക്ക് അത്രയ്ക്കും ഗുണമാണ് ഈ ഫ്ലാക്സീഡോട് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ നമ്മുടെ ഏജിങ് കുറയ്ക്കാനും മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറ്റാനും മുഖത്തിന് നല്ലൊരു ഫ്രഷ് ലുക്ക് തരാനും ഒക്കെ ഈ ഫ്ലാക്സീഡ് നല്ലതാണ്. പിന്നെ നമ്മുടെ റൈസ് അറിയാമല്ലോ, കൊറിയൻസിൻ്റെയൊക്കെ അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ റൈസ് എന്ന് പറയുന്നത്. റൈസ് നമുക്ക് നമുക്ക് സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് ഈ റൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്. റൈസും പിന്നെ അതിൻ്റെ വെള്ളവും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാനിതൊരു 3/4 മണിക്കൂറോളം മുഖത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഡ്രൈ ആകത്തില്ല. ഇതിൻ്റെ ആ ഒരു കൊഴുപ്പ് പോലത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊട്ടും ഡ്രൈ ആകത്തില്ല. അപ്പോൾ ഞാനൊരു 3/4 മണിക്കൂർ വെച്ചു. അങ്ങനെ വെച്ചപ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. 20 മിനിറ്റൊക്കെ വെക്കുന്നതിനേക്കാൾ കൂടുതൽ 3/4 മണിക്കൂർ വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല റിസൾട്ട്, നന്നായിട്ട് മുഖം ബ്രൈറ്റ് ആയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ 3/4 മണിക്കൂറിന് ശേഷം ഇത് റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു ആ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം. സത്യം പറയാമല്ലോ, ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവുള്ളൂ. കാരണം അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ, സൂപ്പറാണ്. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും ഇത് തന്നെ ചെയ്താൽ മതി എന്ന് തോന്നും. കാരണം അത്രയ്ക്ക് റിസൾട്ടുണ്ട്. ഇത് നോക്കിയാൽ ഫേസിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ, ഇത് നല്ലൊരു ഗ്ലോ തരും നമുക്ക് മുഖത്തിന്. നല്ല ബ്രൈറ്റ് ആയതുപോലെ തോന്നും മുഖത്തിൻ്റെ. നല്ലൊരു ബ്രൈറ്റനിങ് തോന്നും, ഗ്ലോ തോന്നും. എനിക്കറിയില്ല, അത്രയ്ക്കൊരു സൂപ്പറായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നേരത്തെ ഇരുന്നത് പോലെയാണോ ഇപ്പം എൻ്റെ മുഖം ഇരിക്കുന്നത്? ആ മുഖം ഒരു ഫേഷ്യൽ ചെയ്ത പോലത്തെ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫ്ലാക്സീഡ് വാങ്ങുന്ന ചോറ് നമുക്ക് വീട്ടിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ ഫ്ലാക്സീഡ് മാത്രം പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം എനിക്ക് നന്നായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.